ഹായ് എവരിവൺ, ശിവദൻ ഡയറക്റ്റിലെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഈ സമയത്ത് പ്രപഞ്ചശക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇതുവരെ എന്തിനു വേണ്ടിയാണോ കാത്തിരുന്നത്, നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും വേദനകളും ഉള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ടില്ലെങ്കിലും കാർഡ് കണ്ടിട്ട് മനസ്സിലാകുന്നത്. അപ്പം അതിൽ നിന്നൊരു സ്റ്റെബിലിറ്റിയിലേക്ക് കടക്കുന്ന സമയമാണ്. സ്റ്റെബിലിറ്റിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഫൗണ്ടേഷൻ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പൂർണ്ണത ഉണ്ടാകും. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം, മുന്നോട്ടേക്ക് പോകണം. പഴയ കാര്യങ്ങളിൽ നിന്ന് മറന്ന് പുതിയ ജീവിതവും പുതിയ ജീവിത സാഹചര്യവും പുതിയ ചിന്താഗതികളുമായി മാറാൻ ശ്രമിക്കുക. പുതിയ തുടക്കത്തിലേക്ക് കടക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് കടക്കാൻ സാധിക്കും. അത് വിവാഹവുമായി സംബന്ധിച്ചതാകാം, അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 6 of Wands എനർജി തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന വ്യക്തികൾക്കൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അവർ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ തടസ്സം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആഗ്രഹിച്ച കാര്യത്തിലേക്ക് കടക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പല തടസ്സങ്ങളുണ്ടാകുന്നു. അത് ഏത് സാഹചര്യത്തിലും ആകാം. അത് നിങ്ങളുടെ വിവാഹ സംബന്ധമായോ ജോലി സംബന്ധമായോ റിലേഷൻഷിപ്പ് പരമായോ ഒക്കെ ട്രാപ്പിൽപ്പെട്ട് കിടക്കുന്നതായിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളും മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ പിടിവിടാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളുമുണ്ട്. നിങ്ങളത് വിട്ട് കളയാൻ താല്പര്യമില്ലാത്ത, നിങ്ങൾക്ക് ആ ഒരു കാര്യമായി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഈ തടസ്സങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ആ കാര്യമായി മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുമ്പോൾ അവിടെയാണ് തടസ്സമുണ്ടാക്കുന്നത്. മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല, ട്രാപ്പിൽ പെടുത്തുന്നു എന്നവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരേണ്ട കാര്യങ്ങൾക്ക് പലതിനും ഒരു ഡിലേ ഉണ്ടാക്കുന്നു. മുന്നോട്ട് പോകരുത്, ആ ഒരു സക്സസ് ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് കാണുക. അതുകൊണ്ട് തന്നെ പല തടസ്സങ്ങളും, നിങ്ങൾ പോകുന്ന വഴിയിൽ എന്ത് കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും കൂടി അവിടെ ഒരു തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് എനർജി ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ടൊരു തടസ്സം. പക്ഷേ നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട് എന്ന് ഇനിയിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ്. ഈ പ്രപഞ്ചം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട്, എന്ത് കാര്യത്തിനും സപ്പോർട്ടായിട്ടുണ്ട്. നിങ്ങൾ അതൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ വിശ്വസിക്കുക, പ്രപഞ്ചത്തിനെ വിശ്വസിച്ച് പ്രപഞ്ചശക്തിയെ മനസ്സിലാക്കുക. എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് കടന്നു വരും. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തികളെ ഒരു മനസ്സിൽ ഒരുപാട് സ്നേഹമുള്ള വ്യക്തികളാണ്. എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവർക്കും കൊടുക്കുവാനും ചെയ്യുവാനും ഒക്കെ താല്പര്യമുള്ള വ്യക്തികളെയാണ് കാണുന്നത്. അല്ലേ നിങ്ങൾ മുമ്പേ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും. ചിലപ്പം അങ്ങനെയുള്ള വ്യക്തികളല്ലെങ്കിൽ കൂടി ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയിൽ നിന്ന് മാറി നിൽക്കാൻ, ഒരു സമാധാനപരമായി ഒറ്റയ്ക്ക് നിന്ന് ചിന്തിക്കുന്നുണ്ടാവും. എല്ലാ കാര്യവും വിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ തന്നെ മനസ്സിന് സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ച് അവരെ കൊണ്ട് കഴിയുന്ന ഉപകാരങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്യുന്ന ഒരു എനർജി. അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരും ഒരുപാട് മുമ്പത്തേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനും നിങ്ങളെ സ്വയം മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു സമയമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പാസ്റ്റിൽ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ നിങ്ങളിൽ ഉണ്ടായിരുന്നു. ആ ഓർമ്മകൾ ഇപ്പോൾ പിന്നെയും ഓർത്തെടുക്കുന്നതായിട്ട് നൊസ്റ്റാൾജിയാണ്. പഴയ നല്ല ഓർമ്മകൾ, ഒരുമിച്ചുണ്ടായതും ജീവിച്ചതും ഒക്കെ ഉള്ള സന്തോഷകരമായ ഓർമ്മകൾ ഓർത്തെടുക്കുന്നതായിട്ടിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ഏതോ ഒരു കാര്യം നിങ്ങളിലെ ഓഫറുമായി നിൽക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അത് ഒരു ജോലി സംബന്ധമാകാം, അല്ലെങ്കിൽ വിവാഹ സംബന്ധമാകാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടാകാം.
അപ്പം ഈ ഒരു ഓഫർ വരുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങളിലേക്ക് വന്നാൽ ഇനി നിങ്ങൾ അവരെ സ്വീകരിക്കുമോ, നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടുമോ, നിങ്ങൾ അവരെ മനസ്സിലാക്കുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓഫറുമായി നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുക. ജോലി സംബന്ധമായ കാര്യമാണെങ്കിലോ ഒരു വിവാഹ സംബന്ധം അതിനുള്ള തുടക്കങ്ങളാണെങ്കിലോ ഒക്കെ ആരെങ്കിലും അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരം ഒരു കാര്യവുമായി മുന്നോട്ട് പോകാം. ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നാണ് കാണുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പ്രണയത്തോടെ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി അവിടെ കാണാൻ സാധിക്കും വ്യക്തിയാണെങ്കിലും. അല്ലെങ്കിൽ ഒരു ആഗ്രഹിച്ച ഒരു ജോലി വളരെ സ്പീഡായിട്ട് നിങ്ങൾ ഒരുപാട് നാളെ ആ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് കിട്ടാതിരുന്നൊരു വ്യക്തികളാണെങ്കിൽ ആ ഒരു പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഓർഡറായിട്ടോ അല്ലെങ്കിൽ മെസ്സേജോ കോളൊക്കെ ആയിട്ട് വരുന്ന ഇമെയിലായി ഒക്കെ പെട്ടെന്നായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്താണ് അത് വരുന്നത് എന്നാണ് അവിടെ കാണാൻ സാധിക്കുക. നിങ്ങളിപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. എല്ലാം നഷ്ടപ്പെട്ട സാമ്പത്തികപരമായി, ജോലി സംബന്ധമായി, ഒരു റിലേഷൻഷിപ്പ് പരമായി, വിവാഹ സംബന്ധമായ സെപ്പറേഷൻ, അത്തരം ഒരു അവസ്ഥയിൽ കൂടെ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നത്. മുന്നിൽ തടസ്സങ്ങളാണെങ്കിലും കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോകുക. തടസ്സങ്ങളിൽ നിൽക്കാതെ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ലൈഫിൽ ഉയർച്ച ഉണ്ടാകും എന്നിവിടെ കാണുന്നത്. ആ തടസ്സങ്ങളാണല്ലോ സാമ്പത്തികപരമായി എനിക്ക് തടസ്സങ്ങളാണല്ലോ, അല്ലെങ്കിൽ ആഗ്രഹിച്ച ആ കാര്യവുമായി തടസ്സം, അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതിന് വേണ്ടി റിസ്ക് എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ജീവിതം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്നിവിടെ കാണുന്നുണ്ട്. ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയാണ്. ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും എല്ലാവരും ഉണ്ടാകും, പക്ഷേ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മനസ്സിൽ എന്താണോ നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷവും സ്നേഹം, നിങ്ങൾക്ക് എന്തോ ഒരു മിസ്സിങ് എന്തൊക്കെ ഉണ്ടെങ്കിലും കൂടിയും എന്തോ ഒരു ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തുന്നില്ല. ആ ഒരു മിസ്സിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കൂടെ ഇരിക്കുമ്പോഴും നിങ്ങൾക്കൊരു സന്തോഷിക്കുന്നുണ്ടെങ്കിലും കൂടി പെട്ടെന്ന് എന്തോ ഒരു വിഷമം, വേദന മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിൽക്കുന്നവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു വഴി മുന്നിൽ കാണുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വരുന്നതായിട്ട് കാണുന്നില്ല. ആർക്കെയും വിശ്വസിച്ച് കൊടുത്തത് തിരിച്ച് കിട്ടുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസ് ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിൽപ്പെട്ട് സെപ്പറേഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളിലേക്ക് വളരെ സ്ട്രെങ്ത്തോടെ വരുന്നുണ്ട്. ജീവിതത്തിൽ കുറേയധികം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ടായിരുന്നു. അതെല്ലാം പൂർത്തിയാകുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന വേദനയിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം, മുന്നോട്ടുള്ള ജീവിതത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം എന്താ, അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ആ ഒരു കാര്യം നിങ്ങളെ തേടി തീർച്ചയായിട്ടും വരും എന്നിവിടെ കാണുന്നത്. ഒരു മജീഷ്യൻ്റെ എനർജിയാണ്. ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന വ്യക്തിയാണ് ആ വ്യക്തി തീർച്ചയായിട്ടും വരും എന്നുള്ള എനർജി അവിടെ രണ്ട് എനർജിയും കാണുന്നത്. സെൽഫ് ലൈവ് ചെയ്യുന്ന വ്യക്തികളെയൊക്കെ തന്നെ ഇവിടെ കാണുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് പോസിറ്റീവായ അഡ്വൈസ് കൊടുക്കുന്ന ഈസോ കപ്സിൻ്റെ അത്തരം ഒരു വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളെ പെട്ടെന്നൊന്നും വിട്ടുമാറി പോകാൻ കഴിയുകയില്ല എന്നാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ദൃഷ്ടിദോഷമൊക്കെ സംഭവിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒറ്റപ്പെട്ട അവസ്ഥയിലാണെങ്കിലും ഫിനാൻഷ്യലി മെച്ചപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു അട്രാക്റ്റീവായ വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ജീവിതം, നല്ല രീതിയിൽ ഡ്രസ്സിങ്ങും ഒക്കെ ആയി നടക്കുന്ന വ്യക്തികളായി, എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറുന്ന നല്ല ഒരു വ്യക്തിയായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ക്യൂവിനെ പോലെ. അതുകൊണ്ട് തന്നെ ഒരു ഈവിളായി കിട്ടാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെ തന്നെ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എന്തോ നഷ്ടപ്പെട്ട രണ്ട് എനർജി കാണുമ്പോൾ എന്തോ മിസ്സിങ് ഉണ്ട്. നിങ്ങളെന്തോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ട്.
അതുകൊണ്ട് തന്നെ ഒരു നിരാശ അനുഭവപ്പെടുന്ന ഒരു എനർജിയോടെ കാണാൻ സാധിക്കുന്നത്. അത് താൽക്കാലികം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ വേദനയും വിഷമങ്ങളും നിരാശയും താൽക്കാലികം മാത്രമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. ചില വ്യക്തികൾ അവരുടെ മനസ്സിലുള്ള ഒരുപാട് വിഷമങ്ങളോ വേദനകളോ ആരോടും പറയാതെ അത് ഒറ്റക്ക് മനസ്സിലിട്ട് ഒതുക്കി ആ വേദന കടിച്ചമർത്തുന്ന വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇനി അവരവരുടെ വിഷമങ്ങൾ മറ്റുള്ളവരെ അറിയിച്ച് മറ്റുള്ളവർക്ക് കൂടി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് വിചാരിക്കുന്ന വ്യക്തികളായിരിക്കാം. ചില വ്യക്തികൾ അവരവരുടെ വിഷമങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞിട്ട് ഉള്ള വില കൂടെ കളയണ്ട എന്ന് വിചാരിക്കുന്ന വ്യക്തികളുണ്ടാവും. അങ്ങനെ ഉള്ള വ്യക്തികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സ് തുറന്ന് സന്തോഷിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ ചുറ്റും നെഗറ്റീവ് എനർജി ആണെങ്കിലും കൂടി അതൊക്കെ മാറിപ്പോകുന്ന ഒരു എനർജിയാണ്. ദൈവാനുഗ്രഹമുള്ള വ്യക്തി, പ്രപഞ്ചശക്തി നിങ്ങൾക്ക് എപ്പോഴും കൂട്ടായിട്ടുണ്ട്. ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയും. നിങ്ങൾക്കുള്ള സമയമാണ്. ഇതുവരെ നിങ്ങൾ ഒരു വിഷമത്തിലൂടെ വേദനയിലൂടെ പോയ വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കുള്ള സമയമാണ് ഇവിടെ കാണുന്നത്. ഒരു സൈക്കിൾ എൻഡാകുന്ന സമയമാണ്. പുതിയ ഒരു ജീവിതത്തിലേക്ക് പുതിയ ഒരു വ്യക്തിയായി മാറുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നത്, അഫർമേഷൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നെഗറ്റീവായ എനർജിയെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ മാറ്റിയെടുത്ത ജീവിതത്തിലേക്ക് ഒരു വലിയൊരു മാറ്റം സംഭവിക്കാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും നിങ്ങൾ കുറച്ചാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും പ്രപഞ്ചം നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് വലിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ നിങ്ങൾ പെട്ടിരിക്കുന്നത് അതിൽ നിന്ന് പുറത്ത് കടക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ രീതിയിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കും അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് നീങ്ങുക. റീകണക്ഷൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന ഒരു സമയമായി ഇവിടെ കാണാൻ സാധിക്കുന്നത്. എക്സാമൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്കൊക്കെ സക്സസ് ഉണ്ടാകും. നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഓറ പവറിനെ യൂണിവേഴ്സുമായി കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കിയെടുക്കുക. പുതിയ തുടക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളാൽ കഴിയുന്ന വിധം ശ്രമിക്കുക.